നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗം റഫീഖ് റാവുത്തർ ചേരുന്നുണ്ട്. റഫീഖ്, നിങ്ങൾ എല്ലാവരും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയ്ക്ക് നീതി ലഭ്യമാക്കാൻ, വധശിക്ഷ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിൽ ഒരു ശ്രമമായിരുന്നു, അതായത് ഈ കൊല്ലപ്പെട്ട യുവാവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടു എന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇവർ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഈ യമൻ പൗരൻ്റെ ഗോത്രവുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇവരുമായി സംസാരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്? സ്വാഭാവികമായിട്ടും ഇവര് അതിനെ വളരെ നെഗറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ സംഭവിച്ച ദുരന്തം അവരുടെ കുടുംബത്തെ വല്ലാതെ ഒലിച്ചു വന്നു. ദുരന്തം അവര് അക്സെപ്റ്റ് ചെയ്യാൻ തീരെ തയ്യാറല്ല. അതൊരു അവരുടെ ഭാഗത്തു നിന്ന് അത് നിമിഷക്കെതിരായിട്ടുള്ള പ്രസ്താവനകളായിട്ടാണ് വന്നിരുന്നത്. മുമ്പും നമ്മളുടെ ടീം അവരെ കാണുന്നത് വരെ നമ്മുടെ ടീം ഒരു പരിധിവരെ ഇതിനെ കുറച്ചൊക്കെ ന്യായീകരിച്ചിട്ടാണെങ്കിൽ കൂടിയിട്ട് അവരുടെ മനസ്സ് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. റഫീഖ് അന്ന് ഉണ്ടായിരുന്നോ ഈ ഗോത്ര തലവന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ? റഫീഖ് അവിടെ ഇല്ല. ഇത് യമനെ കുറിച്ച് അറിയാമെന്നായിരുന്നു. യമൻ ഒന്ന് ഹൂത്തികളാണ് അവിടെ ഭരിക്കുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും ഒരു ഒറിജിനൽ ഗവൺമെന്റ് ഇല്ല. ഈ ഗവൺമെന്റ് ആണെങ്കിൽ ലോകത്തിലെ പല രാജ്യങ്ങളുമായിട്ടുള്ള നെഗോസിയേഷൻസിൽ വരാത്ത ഒരു എന്താ പറയാ ഒരു പ്രത്യേക ഗവൺമെന്റാണ് അവിടെ ഭരിക്കുന്നത്. നമുക്ക് എംബസി ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ഉണ്ടായിരുന്ന എംബസി തന്നെ ജിബൂട്ടിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഈ അവിടെ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് സാമുവൽ ജെറോം എന്ന് പറയുന്ന ആക്ഷൻ കൗൺസിൽ മുംബൈ തുടങ്ങി വെച്ച പ്രവർത്തനമാണെങ്കിലും ആക്ഷൻ കൗൺസിലുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം തുടരുന്ന പ്രവർത്തനങ്ങളാണ്. അവിടെയുള്ള യമനി ആയിട്ടുള്ള ഒരു ലോയറും നമ്മുടെ മുമ്പ് ഇന്ത്യൻ എംബസിയിൽ ഉണ്ടായിരുന്ന 2 യമനി സ്റ്റാഫും കൂടി ചേർന്നിട്ടുള്ള ഒരു ടീമാണ് ആക്ച്വലി ഈ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഇത് തുടങ്ങുന്നത്. നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിലെ ചിലർ ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഇതിന് ഏറ്റവും നേതൃത്വം കൊടുക്കുന്നത് സാമചുരവും ഈ ടീമുമാണ്. നമുക്ക് നാട്ടിൽ നിന്നല്ലാതെ മറ്റൊരു ഇതും അവിടെ പ്രാപ്യമല്ല. അങ്ങനത്തെ ഒരു രാജ്യമാണ്. അപ്പൊ ഇവർ പറയുന്നത് അനുസരിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്? ഈ കുടുംബമായിട്ട് യമൻ പൗരന്റെ കുടുംബം എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അവർ സ്വാഭാവികമായിട്ടും ഇതിന് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അതിനെ വളരെ നെഗറ്റീവായിട്ട് കാണുന്നത് ഈ നഷ്ടം അവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു നഷ്ടമാണ്. അവരുടെ മകനെയാണ് നഷ്ടപ്പെട്ടെന്നുള്ളതിലേക്കാണ് അവർ ചർച്ചകളിൽ അവരുടെ ഇത് പറയുന്നത്. പക്ഷെ എന്നാലും 1ാം ഘട്ട ചർച്ചയിൽ ഒരു പരിധിവരെ അത് ജൂലൈ 30-നും ഓഗസ്റ്റ് 1 ആയിട്ടാണ് നടന്നത്. 29, 30, 1 നടന്ന ചർച്ചകളിൽ കഴിഞ്ഞ വർഷം ഈ വർഷം 24 നടന്ന ചർച്ചകളിൽ സ്വാഭാവികമായിട്ടും ഒരു പടി താഴേക്കിറങ്ങാൻ അവർ തയ്യാറായിരുന്നു. 2ാം ഘട്ട ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള പണം ഈ കഴിഞ്ഞ ആഴ്ചയോട് കൂടിയിട്ട് അത് ഇവിടുന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് അബ്ദുറഹീം സൗദി അറേബ്യയിൽ കിടക്കുന്ന അബ്ദുറഹീമിന്റെ പോലെയുള്ള ഒരു അവസ്ഥയല്ല നിമിഷക്കുള്ളത്. നിമിഷയുടേതും അബ്ദുറഹീമിന്റെയും തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇവിടെ കുറച്ചും കൂടി ഗൗരവതരവും നമുക്ക് അപ്രാപ്യവുമായ മേഖലകളിൽ കൂടെ നടക്കുന്ന വളരെ വളരെ സങ്കീർണമായ പ്രക്രിയകളാണ് നിമിഷയുടെ കാര്യത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. അത് ആ രീതിയിൽ തന്നെ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ വാർത്ത നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ ഇതൊരു വാർത്ത മാത്രമായിട്ടാണ് ഞങ്ങൾ ഇപ്പോഴും കാണുന്നത്. കാരണം ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നോ നമ്മൾ അന്വേഷിക്കുന്ന എംബസിയുടെ ഭാഗത്തുനിന്നോ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. നിമിഷയുമായി നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ? അവര് സംസാരിച്ചിട്ടുണ്ടോ? ഇതുമായി അവരെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു, അതിനെക്കുറിച്ച് നിമിഷയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നുണ്ടല്ലോ, നിമിഷക്ക് ലീഗൽ എയ്ഡ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലീഗൽ എയ്ഡ്, പ്രോപ്പർ ലീഗൽ അറബിക് ഇന്റർപ്രറ്റർ ഒന്നും തുടക്കത്തിൽ ലഭിച്ചിരുന്നില്ല. അവരുടെ യഥാർത്ഥ അവസ്ഥയെ കുറിച്ചിട്ട് തുടക്കത്തിലുള്ള കേസന്വേഷണത്തിൽ അവർക്ക് ബോധിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഒരു പരിധിവരെ അത് വിജയിപ്പിച്ചപ്പോൾ മാത്രമാണ് കോടതിക്കും മറ്റുള്ളവർക്കും നിമിഷയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു ആ ഘട്ടത്തിലേക്കുള്ളൊരു ഇതിലേക്ക് നമ്മളിപ്പോ ഈ ചർച്ച കൊണ്ടുപോകണ്ട എന്ന് തോന്നുന്നു. കാരണം ഇതിന്റെ ശരി തെറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു സമയം ഇതല്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്തൊക്കെ വന്നാലും ഞാനടക്കമുള്ള പ്രവർത്തകരുടെ ആശങ്ക ഒന്നു മാത്രമാണ്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആദ്യത്തെ ഒരു കുറ്റവാളിയായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഒരു മലയാളി യുവതിയായി നിമിഷം മാറരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിമിഷയെ ഏതറ്റം വരെ പോയാലും തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ ഒരു മലയാളി യുവതിക്ക് ഇത്തരം ഒരു
ദുരവസ്ഥ ഉണ്ടാവരുത് എന്നുള്ള ആഗ്രഹത്തിലും പ്രതീക്ഷയിലുമാണ് ഞങ്ങൾ. അത് അവൾ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിപ്പെടേണ്ട സാഹചര്യം എന്തായിരുന്നു എന്ന് പൊതുവെ ആരും വിലയിരുത്തിയിട്ടില്ല. അത് വളരെ പരിഗണന അറിയിക്കുന്ന ഒരു വിഷയമാണ്. മിക്കവാറും ലോകത്തെ എല്ലാ ഭാഗത്തും പോകുന്ന പ്രവാസികൾക്കും തൊഴിലാളികൾക്കും പ്രവാസി തൊഴിലാളികൾക്കും ഉണ്ടാകുന്ന ദുരവസ്ഥകളെ കുറിച്ച് ഗൗരവതരമേറിയ ചർച്ചയുടെ ഭാഗമായിട്ട് വേണം നിമിഷയുടെ വിഷയത്തെയും കണക്കിലാക്കാൻ. റഫീഖ്, ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചെയ്തുതന്ന സഹായങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ പറയുന്നുണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സാധ്യമായതെല്ലാം ഇനിയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഒരു സമീപനം? അവിടെയും അതും വീണ്ടും നമുക്ക് ശരി തെറ്റുകളെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് പോകേണ്ടി വരും. ഇത് തെറ്റായ ഒരു കാര്യമായിരുന്നെങ്കിൽ എങ്ങനെ സഹായിക്കുമെന്ന് തുടക്കത്തിൽ ചോദിച്ച ഗവൺമെന്റ് ആയിരുന്നു, കേന്ദ്ര ഗവൺമെന്റ്. പക്ഷെ എന്നാലും തുടർച്ചയായിട്ടുള്ള നമ്മുടെ മധ്യസ്ഥ ശ്രമങ്ങളിൽ കൂടിയും ഇടപെടലുകളിൽ കൂടിയും ഒരു പരിധിവരെ കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ പല രീതിയിലും സഹായിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പഴയ മന്ത്രി മുരളീധരൻ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലെ എംബസി, ഇപ്പൊ നിലവിൽ ഇപ്പൊ ഈ വിഷയം സൗദി എംബസിയുടെ അംബാസഡറുടെ കീഴിലാണ്. അവർക്കെല്ലാം ഇത് സഹായിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വിഷയമാണെങ്കിൽ കൂടി അവിടെയും ശരി തെറ്റുകളുടെ ചിന്തകൾ കടന്നു വരാറുണ്ട്. അതൊക്കെ കൊണ്ടും ഞങ്ങളും കൂടുതൽ കേന്ദ്ര ഗവൺമെന്റ് കുറ്റപ്പെടുന്നില്ല. ഒരു പരിധിവരെ നമുക്ക് കിട്ടിയ സഹായങ്ങൾ, സുപ്രീം കോടതി അനുവദിച്ചെന്ന അമ്മയുടെ യാത്ര, ഇതെല്ലാം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഒരു എന്താ പറയുക, ഏറ്റവും താഴെ ഒരു സാധ്യതയും കൽപ്പിക്കാത്ത ഒരു പരിശ്രമമായിട്ട് വേണം ഇതിനെ കാണേണ്ടത്. നമ്മൾ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അവിടെ കിട്ടുന്ന ഓരോ ചെറിയ സഹായങ്ങളും ഇതിനുവേണ്ടി പണം അയച്ചെന്ന സുഹൃത്തുക്കളെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇവരൊക്കെ നമ്മൾ ഓർക്കുന്നു. നമ്മൾ എന്നാലും ശ്രമിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഏതറ്റം വരെ നമുക്കിത് പോകാമെന്നുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. റഫീഖ്, ഒരു ചോദ്യം കൂടി. ഈ നിമിഷപ്രിയയുടെ നിലവിലെ കുടുംബത്തിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അമ്മ ഇപ്പോൾ യമനിലാണെന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. എങ്ങനെയാണ് നിലവിലെ അവരുടെ ഒരു സാഹചര്യം? അമ്മയുടെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ കൂടുതലായി പോയി നിൽക്കുന്നില്ല. കാരണം അവര് 2 തവണ മകളെ കാണാൻ സാധിച്ചു. മകളെ കാണുന്നത് കൊണ്ടൊന്നും കാര്യമില്ല, അമ്മ അവിടെ നിൽക്കുന്നതിലും കാര്യമില്ല എന്ന് ആക്ഷൻ കൗൺസിലിന് ബോധ്യമായ സ്ഥിതിക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നത്. അമ്മ സ്വാഭാവികമായിട്ടും മകളെ കണ്ടതിന്റെ ഒരു സന്തോഷം ഉള്ളിലുണ്ടെങ്കിൽ കൂടി അവളെ പുറത്തു കൊണ്ടുവരുന്നതിന്റെ നിയമപ്രശ്നങ്ങളിൽ അവർക്ക് എത്രമാത്രം ഇടപെടാൻ പറ്റുമെന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യമുള്ളതാണല്ലോ. നമ്മളാ ഏറ്റവും സങ്കീർണമായ ഒരു വിഷയമായിരുന്നു അമ്മയും മകളും കാണാന്നുള്ളത്. അത് സാധിച്ചു. ആ മകൾക്ക് അമ്മയെ കണ്ട് അവളുടെ വിഷമങ്ങൾ ബോധിപ്പിക്കാനും സാധിച്ചു. എന്തൊക്കെ വന്നാലും നിമിഷപ്രിയ ജയിലിനകത്ത് അവിടെയുള്ള മറ്റ് ഇൻമേറ്റ്സുമായിട്ട് വളരെയധികം യോജിച്ചു പോകുന്നു. അവിടെയുള്ള ജയിലധികാരികൾക്കടക്കം നിമിഷ ഒരു സ്നേഹവും സാന്ത്വനവുമാണ്. സ്നേഹത്തെ നമുക്ക് എങ്ങനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഇതിലാണ് നമ്മൾ ഇപ്പോഴും ഈ വന്നിരിക്കുന്ന ഇതും മറികടക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ പ്രേരകമായ ഒരു ശക്തിയാണ്. പ്രത്യേകിച്ചും ഈ റീസെന്റ് ആയിട്ടുള്ള മിഡിൽ ഈസ്റ്റ് സന്ദർശനങ്ങളിലൊക്കെ നമുക്ക് തെളിവാകുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സാന്നിധ്യം പല രാജ്യങ്ങൾക്കും വലിയൊരു വൻ ശക്തിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒരു വാക്ക് പറഞ്ഞാൽ ഇത് അവര് നിർത്തിവെക്കുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇത് കേൾക്കുന്നവരും മറ്റുള്ളവരും ഞങ്ങൾക്ക് ശക്തി പകരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.